الحمد لله رب العالمين، والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. الله سبحانه وتعالى ഒരാൾക്ക് നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഒരാൾക്ക് ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, അയാൾക്ക് ദുനിയാവ് കൊടുക്കൂല, ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ കൊടുക്കൂല, ചിലപ്പം ആഫിയത്ത് കൊടുക്കൂല. കാരണം അതൊന്നുമല്ല ഖൈറായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നാലോ പരീക്ഷിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഇതെല്ലാം കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. വൈദാ അറദ്നാ അൻ നുഹ്ലിക ഖർയതൻ അമർനാ മുത്രഫീഹ. നാം ഒരു ജനതയെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഈ പറയപ്പെട്ട സംഗതികളൊക്കെ ചുരുക്കൂന്നല്ല പറഞ്ഞത്, ഇതെല്ലാം ഞാൻ കൂട്ടിക്കൊടുക്കും. അമർനാ മുത്രഫീഹ, അവിടെയുള്ള സുഖനോരുപന്മാരുടെ കൈമല് ഞാൻ ദുനിയാവിനെ വാരി കോരിക്കൊടുക്കും. അവരതിലങ്ങനെ ആണ്ട് പൂണ്ടു പോകും. ദുനിയാവിൻ്റെ സുഖങ്ങളിൽ, രസങ്ങളിൽ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നിനും ഒരു കുറവില്ലാത്തൊരവസ്ഥ വരുമ്പം യഥാർത്ഥത്തിൽ സന്തോഷിക്കണോ പേടിക്കണോ? പേടിക്കണം. ഇസ്തിദറാജാണ്, പേടിക്കണം. ഫഹഖ അലൈഹൽ ഖൗൽ ഫദമ്മർനാഹ തദ്മീറ. പിന്നെ തീരുമാനം വരും, നാം അങ്ങ് നശിപ്പിച്ചു കളയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞത്, ഞാൻ നിങ്ങളെ വിഷയത്തിൽ പേടിക്കുന്നത് എന്തല്ല, ദാരിദ്ര്യമല്ല, മറിച്ച് പേടിക്കുന്നത് നിങ്ങൾക്ക് ദുനിയാവ് ഇഷ്ടം പോലെ കിട്ടുമെന്നുള്ളതാണ്. കാരണം ദുനിയാവ് കൈമൽ ഇഷ്ടം പോലെ വന്നു കഴിഞ്ഞാൽ ഗഫ്ലത്ത് വരും, സ്വാഭാവികം. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ഒരാൾക്ക് ദീനിനോട് താല്പര്യം, ദീൻ പഠിക്കാനുള്ളൊരു ആവേശം, ദീനിന്റെ ഇൽമിനോടൊരു പ്രത്യേക രസം, ഇത് നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അല്ലാഹു ഖൈർ കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. ഹദീസിന്റെ നേരെ മഫ്ഹൂം മുഖാലഫ് എന്തെന്നറിയോ? ആ ഹദീസിന്റെ മത്നിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം മുഹദ്ദിസുകൾ പറഞ്ഞു, മൻ ലം യുരിദില്ലാഹു ബിഹി ഖൈറ. അല്ലാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ലം യുഫഖിഹു ഫിദ്ദീൻ, അയാൾക്ക് അല്ലാഹു ദീൻ പഠിപ്പിച്ചു കൊടുക്കൂല. അപ്പൊ ദീൻ അറിയുന്നത്, ദീനിനോട് താല്പര്യം ഉണ്ടാവുന്നത് അല്ലാഹു ചെയ്യുന്ന വലിയ നിഅമത്തായിട്ട് വേണം മനസ്സിലാക്കാൻ. അതിനെ ഊതിക്കത്തിച്ച് സൂക്ഷിച്ച് നഷ്ടപ്പെട്ടു പോവാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. നിർത്തേണ്ട അല്ലാഹു നിർത്തി തരും. ഉമർ റളിയല്ലാഹു അൻഹു ആരായിരുന്നു? ഖത്താബിന്റെ മകൻ ഉമർ. ലൗ അസ്ലമ ഹിമാറു ഖത്താബിൻ, ഖത്താബിന്റെ കഴുത മുസ്ലിമായെങ്കിലും ഉമർ ആരാവൂല, മുസ്ലിം ആവൂല എന്നാണ് മക്കക്കാര് പറഞ്ഞത്. അങ്ങനെ ജീവിച്ച ഒരാള്. പക്ഷെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിർത്തിക്കൊടുത്തു, സെലക്ട് ചെയ്ത് വഴിയിൽ നിർത്തിക്കൊടുത്തു. ബാക്കി ജോലി ചെയ്താരാ? ഉമർ സ്വന്തം ചെയ്തു റളിയല്ലാഹു അൻഹു. എത്രത്തോളം ആയെന്നറിയോ? ഖിലാഫത്തിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലൈസ ബൈനി വബൈനല്ലാഹി അഹദ്, എന്റെയും അള്ളാന്റെയും ഇടയിൽ ആരുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹു എന്നെ ഇസ്സത്തിലാക്കി. അമീറുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെ ഒരു സഹാബിയെ പറ്റും പറയാത്ത തരത്തിൽ ഉമറിനെ പറ്റി പറയുന്ന അവസ്ഥയിൽ ഉമർ സ്വയം മാറി. അതാണ്. അതുകൊണ്ട് ഇൽമ് ഇന്ന് ഉമ്മത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്ന വലിയ ഒരു സ്വത്ത് തന്നെയാണ്. ഇൽമിനോടുള്ള താല്പര്യം, ഇൽമിനോടുള്ള ആശ. മാത്രമല്ല ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായി എന്ന് പറഞ്ഞാല്, ദീനിന്റെ ഇൽമ് അന്വേഷിക്കുന്നവരോട് എന്താ ഉള്ളത്? സ്വാഭാവികമായിട്ടിന്ന്
അതാണ് പുച്ഛം. അവരെന്തോ ഒരു വിഭാഗമായിട്ടാണ് ഇന്നത്തെ സമൂഹം കാണുന്നത്. പറഞ്ഞല്ലോ, മക്കളെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധി കുറഞ്ഞവനെ പോയിട്ട് എന്താക്കും? ഖുർആൻ പഠിക്കാനിടും. അള്ളാഹു നമ്മളെല്ലാം കാത്തി രക്ഷിക്കട്ടെ. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും മൂലാന്മാർക്ക് ഭയങ്കര ഗുരുത്തക്കേട്. വീട്ടിൽ നിന്ന് ഗുരുത്തക്കേട് കളിച്ചിട്ടായിരിക്കും ഉപ്പാനെടുത്ത് എന്താക്കിയിട്ടുണ്ടാവുക, ഒഴിവാക്കിയിട്ടുണ്ടാവും. പിന്നെ ഉപ്പാകുമ്പോൾ എന്തും കളിക്കാമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ഒരാൾക്ക് ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകിയാൽ, ഇനി പ്രായപരിധിയൊന്നും ഇല്ല കേട്ടോ, മക്കൾക്കേ പഠിക്കാൻ പറ്റൂ നമുക്ക് പഠിക്കാൻ പറ്റൂല ഒന്നുമില്ല. ഇമാം ഗസ്സാലി പറഞ്ഞ പോലെ, ആ വാക്കങ്ങനെ കല്യാണം കഴിക്കാത്ത പിള്ളേരുള്ളപ്പോൾ പറയാൻ കഴിയില്ല. ഇവർ രണ്ടാളും കല്യാണം കഴിച്ചതിന് ശേഷം പറയാം, ഇപ്പം പറയാൻ കഴിയില്ല. മനോഹരമായൊരു വാക്ക് പറഞ്ഞത് ഇൽമിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, ഇൽമ് എവിടം തൊട്ട് എവിടം വരെയാണ്. പക്ഷെ ഇന്ന് ഇൽമിനെ എവിടം തൊട്ട് എവിടം വരെയാണ് സമൂഹം കാണുന്നത്, അതും അദ്ദേഹം പറഞ്ഞു. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്ന പോലെയാണ് ആൾക്കാർ. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അവിടെ കാണാം ആരാ പഠിക്കാൻ വരുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ. ഇൽമ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, ഇതൊരു ഇൽമിന്റെ മജ്ലിസാണ്. നമ്മളിപ്പം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതിനെ കൊണ്ട് നമുക്ക് ദുന്യവിയായിട്ടൊന്നും കിട്ടാനൊന്നുമില്ലല്ലോ, ഒരു നേട്ടവും കിട്ടാനില്ല. റമദാനാണ്, അസറിന് ശേഷം ഒരു മണിക്കൂർ വെറുതെ ഇരിക്കുന്ന ടൈമാണ്. ആ സമയം എന്താക്കുക? ഒരു മുദാക്കറ, ദീനിന്റെ കാര്യങ്ങൾ പറയുക, കേൾക്കുക, ഈമാനികമായിട്ടൊരു ആവേശം ഉണ്ടാക്കുക, ഇതെന്നെ ഉദ്ദേശിച്ച് ആ വഴിയിൽ ഒരാൾക്ക് പ്രവേശിക്കാൻ സാധിച്ചാൽ, മനസ്സലക്ക ത്വരീഖ് എന്ന് പറഞ്ഞാൽ അത് ബാഗ് കൊടുത്തിട്ട് ദർസിൽ പോയിട്ട് ചേരണമെന്നല്ല പറഞ്ഞ്. അത് അതിൻ്റെ ഒരു ത്വരീഖ്, ഒരു വഴി, ഇൽമ് നേടാനുള്ളൊരു വഴി, അല്ലെങ്കിൽ ഇൽമിന്റെ അങ്ങേ അറ്റത്തിലേക്ക് പോകാനുള്ള ഒരു റൂട്ട്. അതാണ് ദർസിൽ പോയിട്ട് നിൽക്കണമെന്നല്ല പറഞ്ഞാൽ. എവിടെ നിന്ന് ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ് കേൾക്കാൻ സാധിക്കുമോ അവിടെ വന്നിരിക്കാനും കേൾക്കാനും ഉള്ളൊരു മനസ്സിലാക്കി അള്ളാഹു കൊടുത്താൽ, മൻ സലക ത്വരീഖൻ യത്ലുബു ഫീഹി ഇൽമ സലക അല്ലാഹു ബിഹി ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന. അല്ലാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി കൊടുക്കും. എന്തൊക്കെ അങ്ങ് പറയാനുള്ള കാരണം? ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചവന് സ്വർഗത്തിന്റെ വഴി എളുപ്പമാകുമെന്ന് പറയാനുള്ള കാരണം, ഇൽമ് ഒരു വലിയ പരിചയമാണ്. ഹിസ്നുൽ മുസ്ലിം, മുസ്ലിമിന് വലിയ ഒരു കോട്ടയാണ് ഇൽമ്. എത്ര കുരുത്തക്കേട് കാണിച്ചാലും ഒരു ഇൽമുള്ളവന് പരിധി ഉണ്ടാവും, അതിനപ്പുറത്തേക്കും പോവില്ല. കാരണം അവന്റെ ഖൽബിലുള്ള ഖാല അല്ലാഹ് വഖാല റസൂലുള്ളാഹ് അതിനുള്ളിലുണ്ടാവും. അതവനെ തടയും, അവനെ ഉപദേശിക്കും, അവനെ ചൊറിഞ്ഞോണ്ടിരിക്കും, അതിനപ്പുറത്തേക്ക് പോകാൻ സമ്മതിക്കൂല. ഇനി ഇൽമിന്റെ ഒരു നൂറവന്റെ കൽബിൽ ഉണ്ടെങ്കിൽ അഥവാ അബദ്ധം വന്ന ഉടനെ തൗബ ചെയ്യും. കാരണം ഇൽമ് അതിനവനെ പ്രേരിപ്പിക്കും. അതുകൊണ്ടാ സ്വർഗത്തിന്റെ വഴി എളുപ്പം. ഇൽമ് നാഫി ആണെങ്കിൽ, ഇൽമ് നാഫി ആണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ദുആ ചെയ്തു? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫ. ഉപകാരപ്രദമാത്ത ഇൽമിൽ, ഉപകാരമില്ലാത്ത ഇൽമിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു. അത് ഡേഞ്ചറാണ്, അത് അപകടമാണ്. ഇൽമി വലിയ പരിചയമാണ്. അവിടെ അല്ലാഹു പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി, സൽമാനെ, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമ. ആയത്ത് പറയാൻ പേടിയാണ്, കാരണം നിങ്ങൾ തിരിച്ചു വയ്ക്കും, എന്നിട്ട് അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ നമ്മൾ കുടുങ്ങും. ഇന്നമാ യഖ്ശല്ലാഹ്, ഇന്നമാ അർത്ഥം എന്താ അറിയോ? മാത്രം. അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഖശിയത്ത് ചെയ്യുന്നവർ ഇൽമുള്ളവരും മാത്രമാണ്. ഉലമാക്കൾ അർത്ഥം വെച്ചതാ കുഴപ്പം. അലിമീങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ മനസ്സിൽ വരിക? പള്ളിയിൽ ഇമാമ്, ദർസ് നടത്തുന്ന ആള്, നമ്മളതിനൊന്നും ബാധകമല്ല. അതായത് ഇൽമെന്ന് പറയുന്ന കുത്തക ആർക്കുള്ളതാ?
അതാ പള്ളിയിലുള്ള താടി വെച്ച കന്തൂരിട്ട് തൊപ്പിയിട്ട് ആ മനുഷ്യന്മാർക്കുള്ളതാണ്. നമുക്കൊക്കെയുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല, നിങ്ങളായി നിങ്ങളെ പാടായി. അതല്ല ഇതിനർത്ഥം. ഇൽമുള്ളവൻ അതാരായാലും ശരി, അവൻ്റെ ഉള്ളില് ഒരു ഖശിയത്ത് ഉണ്ടാവും, പരിധി വിട്ടുപോകില്ല. നമ്മൾ ഉപ്പെപ്പം പറയുന്നത് പെൺമക്കൾക്ക് പുതിയാപ്പിള നിൽക്കുമ്പം അലിമ്യങ്ങൾ തന്നെ എടുക്കണം. കാരണം എന്ത് കുരുത്തക്കേട് കാണിച്ചാലും ഒരു പരിധി ഉണ്ടാവും. കാരണം ഉള്ളിലൊരു ഖശിയത്ത് ഉണ്ടാവും, ഒരു ഭയം ഉണ്ടാവും. അത് ഇൽമിന്റെ പ്രത്യേകതയാണ്. ഇൽമിൻ എന്ന് പറഞ്ഞാൽ ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹിന്റെ പ്രത്യേകതയും മറ്റേ ഇൽമിന്റെ അല്ല കേട്ടോ. മറ്റേ ഇൽമിനെ പറ്റി നമുക്ക് ചർച്ചയില്ല. പഠിച്ചോളി, പഠിപ്പിച്ചോളി, പൈസ ചിലവാക്കിക്കോളി, ഊർജം ചിലവാക്കിക്കോളി, ഒരു തർക്കമില്ല, ഒരു എതിർപ്പുമില്ല, എന്തു ആവാം. പക്ഷെ അത് ഈന്റെ ഗണത്തിന് പെടൂല. അത് വേറെ, ഇത് വേറെ. അസ്ബാബുകളെ സംബന്ധിച്ചുള്ള ഇൽമ് വേറെ. അത് ആഖിറത്തിൽ ഉപകരിക്കൊന്നുമില്ല. ദുനിയാവിന് റിസ്ഖിന്റെ അസ്ബാബുകളിൽപ്പെട്ടതാണ് അൽ ഇൽമു അദ്ദുന്യവി. ദുനിയാവിന്റെ ഇൽമ്, സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രികൾ, അത് റിസ്ഖിന്റെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്, ആഖിറത്തിലേക്കുള്ളതല്ല. ആഖിറത്തിലേക്കുള്ളത് ഈ ഇൽമാണ്. ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു സ്വർഗത്തിന്റെ വഴി അല്ലാഹു എളുപ്പാക്കും. മാത്രമല്ല, ഇപ്പൊ നമ്മൾ വന്നിട്ട് 1 മണിക്കൂർ ഇരിക്കുന്നുണ്ടല്ലോ, വേണമെങ്കിൽ പുറത്താണെയും പോയിട്ടിരിക്കാം. ആരെങ്കിലും ഉള്ളിൽ കയറി ഇരിക്കാൻ നിർബന്ധിക്കോ? ഇല്ല. ഇനി അഥവാ ആരെങ്കിലും നിർബന്ധിച്ചാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളല്ല, പൊതുവെ എന്ത് പറയും? നീ എൻ്റെ പണി നോക്കുവാനെ, ഇതൊന്നും പറയാനില്ല, നീ എവിടെ പോയിരുന്നു, നമ്മൾ ഇരിക്കുന്നില്ല. അല്ലെങ്കിൽ ചില ആൾക്കാരെ പറയും നമ്മളെ പാർട്ടിയല്ല, നിങ്ങളെ പാർട്ടിയല്ല, നിങ്ങൾ കേട്ടോ എന്ന് പറയും. അങ്ങനെയുണ്ട് മനുഷ്യന്മാർ. ദുനിയാവ് അങ്ങനെ ആയിപ്പോയി. എന്നാൽ ഖൈർ ഉദ്ദേശിച്ച് ആരെങ്കിലും വന്നൊന്നിരുന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഇന്നൽ മലായികത ലതദഉ അജ്നിഹതഹാ ലിതാലിബിൽ ഇൽമി റിദൻ ബിമാ യസ്ന. ഇൽമ് തേടിയിരിക്കുന്ന ആളുകളോടുള്ള തൃപ്തി കാരണത്താൽ മലക്കുകൾ അവരുടെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കും, അഥവാ അവരെ ആദരിക്കും, ബഹുമാനിക്കും. അത്ര ഉന്നതമായ കാര്യമാണ് ഇൽമ് കേൾക്കുക, ഇൽമ് പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ദീനിന്റെ മജ്ലിസുകൾ ഒന്നും ഒഴിവാക്കരുത്. പക്ഷെ അത് ദീനിന്റെ മജ്ലിസ് ആവണം. നമ്മുടെ വസീയത്തുകളിൽ ആ വിഷയം ഇപ്പം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ആമുഖമായിട്ടാണ് ഇൽമ് പറയുന്നത്. ദീനിന്റെ മജ്ലിസ് ആവണം. അത് കേട്ടാൽ ഈ പാതിരാ പ്രസംഗത്തിന്റെ സദസ്സിൽ പാതിരാക്കി പോയിരുന്നാലോ, മലക്കുകൾ ചിറക് വീഴ്ചയിരുന്ന സദസ്സാണ്, അവിടെ നമുക്കൊന്ന് പോയിരിക്കാം. ഇല്ല. പാതിരാ പ്രസംഗത്തിന്റെ മജ്ലിസ് ഇൽമിന്റെ മജ്ലിസായി ഗണിക്കപ്പെടുകയില്ല. കാരണം പാതിരാ പ്രാസംഗികന്മാരിലെ മഹാഭൂരിപക്ഷവും നമുക്ക് പുറമേയുള്ള വെച്ചിട്ടല്ലേ വിധി പറയാൻ പറ്റുള്ളൂ. ദീനല്ല പറയുന്നത്, ദീനിന് പുറത്തുള്ള സംഗതിയാ പറയുന്നത്, ദീനല്ല. അതുകൊണ്ട് ആ മജ്ലിസ് എന്തല്ല, ഈ പറഞ്ഞ മലക്കുകൾ തൃപ്തി കൊണ്ട് അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതില്ല. മാത്രമല്ല വഇന്നൽ ആലിം, ഒരു ആലിം എന്ന് പറഞ്ഞാൽ ഇൽമുള്ള ആള്, ഇൽമുള്ള ആൾ. പള്ളിയിൽ ഇമാമ് മാത്രമല്ല കേട്ടോ, നിങ്ങളെല്ലാം ഇരിപ്പെടും. ദീനുമായി ബന്ധപ്പെട്ട അറിവുള്ള ആള്. ലയസ്തഗ്ഫിറു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദി, ഭൂമിയിലും ആകാശത്തിനുമുള്ള സർവ്വതും അവന് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം നടത്തും. ഇതറിയുന്ന ഒരുത്തൻ മജ്ലിസ് ഒഴിവാക്കുമോ? ശൈത്താൻ നമ്മളെ കൊണ്ട് എന്താ തോന്നിപ്പിക്കാന്നറിയോ? ഞാനിപ്പോ എന്തായാലും കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പോയി ഇരുന്നിട്ട് ഇന്ന് പോയി ഇരുന്നിപ്പോ എനിക്കൊന്നും മനസ്സിലാവണമെന്ന് പോകുന്നില്ല, പിന്നെ എന്തിനാ വെറുതെ ഇരിക്കുന്നു? അത് ശൈത്താൻ നമ്മളെ പിന്തിരിപ്പിക്കുന്നത് ഇത് ആ മനുഷ്യന് കിട്ടുന്നതിനെ കൊണ്ടാണ്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, ഒരു കാര്യം നിസ്സാരാന്ന് വിചാരിക്കണ്ട. ആകാശത്തിലും ഭൂമിയിലുമുള്ളവർ ഇസ്തിഗ്ഫാർ പറയും. വൽ ഹീതാൻ ഫീ ജൗഫിൽ മാ, വെള്ളത്തിന്റെ ഉള്ളിലുള്ള മത്സ്യങ്ങൾ വരെ ഇൽമിന്റെ ആളുകൾക്ക് ഇസ്തിഗ്ഫാർ പറയും. എന്തിനാ പിന്നെ കളയുന്നത്? ഇസ്തിഗ്ഫാർ ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മളെ കൂട്ടത്തിൽ? മേൽപ്പറമ്പിലെ പരിശുദ്ധാത്മാക്കൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നിങ്ങൾക്ക് ഈ ക്ലാസ് എടുത്തിരുന്ന ഈ മനുഷ്യനും പരിശുദ്ധാത്മാവല്ല. ഇസ്തിഗ്ഫാർ പറയാനും ഇസ്തിഗ്ഫാർ കിട്ടാനും ആവശ്യവും അർഹതയുമുള്ള ആൾക്കാരാണ് നമ്മളെല്ലാം. എങ്കിൽ ഈ ഒറ്റ ഇരുത്തം കൊണ്ട് ഇസ്തിഗ്ഫാർ നമുക്ക് വേണ്ടി പറയുന്ന ആരാണ്? മൻ ഫിസ് സമാവാതി, അവർ ആരാ?
മലക്കുകൾ, ആകാശത്തിലുള്ളവർ. വമൻ ഫിൽ അർദി, കോടാനുകോടി വരുന്ന ജീവജന്തുജാലങ്ങൾ മുഴുവൻ ഇസ്തിഗ്ഫാർ പറയും. മതി, അത് കിട്ടിയാൽ മതി. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന ഫദ്ലൽ ആലിം, ഇൽമുള്ള ഒരാളുടെ ശ്രേഷ്ഠത, അലൽ ആബിദി, ഒരു ആബിദിനേക്കാൾ. മൻ ഹുവൽ ആബിദ്? ആരാ ആബിദ് എന്ന് പറഞ്ഞാൽ? ഇൽമില്ലാതെ, അതായത് നിസ്കരിക്കുന്നുണ്ട്. എന്താണ് ആ നിസ്കാരം, അല്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ പ്രതിഫലം എന്താണ്, അല്ലെങ്കിൽ ആ നിസ്കാരത്തിന്റെ സിഫത്ത് എന്താണ്, അതിന്റെ അദബ് എന്താണ്, ഇതറിയില്ല. നിസ്കരിക്കാൻ പഠിച്ചിട്ടുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഖുർആൻ ഇങ്ങനെ ഓതുന്നുണ്ട്, പക്ഷെ ഓത്തിന്റെ നിയമം എന്താണ്, മാനന്റെ ലഫ്ദുകളുടെ മാന എന്താണ്, അതിനുള്ളിലുള്ള അല്ലാഹു പറയുന്ന നിർദ്ദേശം എന്താണ്, ഇതറിയില്ല. നോമ്പ് കൃത്യമായിട്ട് വളരെ സൂക്ഷ്മതയോടെ നോമ്പ് എടുക്കുന്നുണ്ട്, പക്ഷെ നോമ്പിന്റെ സത്ത എന്താണെന്ന് അറിയില്ല. അതാണ് ആബിദ്. അങ്ങനെ നോക്കിയാൽ നമ്മളേത് കൂട്ടത്തിൽ അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്കുള്ള പ്രശ്നം എന്താ പറയുക, ഈ എൻ്റെ അടക്കം നമ്മളെല്ലാവരും പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം എന്താണ്? ദുനിയാവാണ് നമ്മുടെ ലക്ഷ്യം. ചെറുപ്പത്തിലെ മോട്ടിവേഷൻ ക്ലാസ്സിൽ എന്താ പഠിപ്പിക്കല്? എങ്ങനെ സമ്പാദിക്കാം, 500 എങ്ങനെ 5000 ആക്കാം, 5000 എങ്ങനെ 50,000 ആക്കാം. ഇത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ ഇന്ന് സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ആ മോട്ടിവേഷൻ ക്ലാസ് ഒന്ന് പഠിച്ചാലോ, 1 മണിക്കൂറിന് 1 ലക്ഷം റുപ്യ കിട്ടും മോട്ടിവേഷൻ ക്ലാസ് കിട്ടാൻ. ഞാൻ ഇമാരോട് ഒരു തമാശയ്ക്ക് പറഞ്ഞു, നമുക്കൊന്ന്. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു എന്നോട്, സ്വർഗത്തിൻ്റെ വഴി നരകത്തിൻ്റെ വഴിയിലേക്ക് പോകാനുള്ള വല്ല പരിപാടിയുണ്ടോ? കാരണം എന്താ അറിയോ, മോട്ടിവേഷൻ ക്ലാസ്സിൽ ആക്രം പറഞ്ഞാൽ ശരിയാവില്ല. മറ്റേ ചങ്ങായി പറഞ്ഞു കേട്ടിട്ടേ, വിധി എന്ന് പറയുന്നൊരു സംഗതി ഇല്ല. മോട്ടിവേഷൻ പറഞ്ഞിട്ട് കുറച്ച് ആവേശം കൂടി പോയി മുപ്പുറക്ക്. വിധി എന്ന് പറയുന്നൊരു സംഗതി ഇല്ല, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് വിധി. വിധി നമ്മൾ ഉണ്ടാക്കുന്നതല്ല. ഖദറിലുള്ള വിശ്വാസം എത്ര ഏതൊക്കെ അറിയുന്നൊരു ചെറുങ്ങനെ ഒന്ന് കൈവയ്ക്കുക. ഖദറിലുള്ള വിശ്വാസം എത്ര ഏതൊക്കെ പറയല്ല, ചെറുങ്ങനെ ഒന്ന് കൈവയ്ക്കിയാൽ മതി. ഞാൻ മാത്രം കണ്ടാൽ മതി. ഖദറിലുള്ള വിശ്വാസം എത്ര ഏതൊക്കെ. ഇതാണ് നമ്മുടെ അവസ്ഥ. ആരുടെ? മുജാഹിദുകളുടെ. വൽഖദരി ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് അർക്കാനുൽ ഈമാൻ. അതിൽ പെട്ടതാണ് ഖദറിലുള്ള വിശ്വാസം. അതെന്താന്ന് അറിയില്ലെങ്കിൽ, അതിന്റെ മസല അറിയില്ലെങ്കിൽ നമ്മുടെ ഈമാന്റെ കഥ എന്താണ്? നമ്മളെ ഇൽമും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈമാനും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മളെ പഠിപ്പിക്കേണ്ടവർ പഠിപ്പിച്ചിട്ടില്ല. ആകെ പഠിപ്പിച്ചെന്താ അറിയാം? ഞാൻ പറഞ്ഞ തെറ്റുണ്ടെങ്കിൽ പറയണം, അല്ലേ? അല്ലെങ്കിൽ അങ്ങോട്ട് അതിൻ്റെ അപ്പുറത്ത് പോയില്ല, നമ്മൾ പോയില്ല, നമുക്കത് മതി. അവിടെ നല്ല മാറണം പ്രിയപ്പെട്ടവരെ. സംഘടനന്റെ തോലും വേണ്ടെന്നല്ല, ഒരു ഭാഗത്ത് അത് വേണം. കേരളത്തിന്റെ പ്രവർത്തിക്കാൻ നമുക്ക് ആവശ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. ആ തോലൊരു ഭാഗത്ത് ഉണ്ടാവണം. പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഒരു ലക്ഷ്യമുണ്ട്, അതെല്ലാവർക്കും ഒന്നായിരിക്കണം, ഏത് കളറാണെങ്കിലും. നമ്മുടെ ലക്ഷ്യം വെറും ദുനിയാവായി പോയി. എൻ്റെ അടക്കം ആഖിറമായിരുന്നു നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ ദുനിയാവിന് കൊടുക്കുന്ന സമയത്തിന്റെ നേരെ ഇരട്ടി ഇതിനു വേണ്ടിയിട്ട് കൊടുക്കും. സഹാബാക്കൾ എന്തിനാ ഇൽമ നേടാൻ വേണ്ടിയിട്ട് സമയം നെറുക്കിട്ടത്? ഇപ്പൊ ഇവിടെ മേൽപ്പറമ്പിൽ പിന്നെ അസറിന് ശേഷം ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ആളെ കൊണ്ട് പള്ളിയിൽ സ്ഥലമില്ല. പിന്നെ അസറിന് ബാങ്കിന് മുമ്പ് പുറത്തൊരു നെറുക്കെടുപ്പ് ഉണ്ടാവും. അപ്പൊ ആർക്ക് ടൈം കിട്ടുന്നോ അവർക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിൽ പോയിട്ട് ഇരിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളുടെ അതിനോടുള്ള ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും? പുറത്ത് നിന്നിട്ട് ഒരു വലിയ ക്ലാസ്സും ഒരു പഠിപ്പും ഒരു പുതിയ ഒരു നെറുക്കിടലും, അല്ലേ? അതാണ് പൊതുവെ. എന്നാൽ സഹാബാക്കളുടെ മദീനത്ത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർ കച്ചവടക്കാരാണ്, അവർക്ക് ക്ലാസ്സിൽ പോകാൻ കഴിയുന്നില്ല. അപ്പൊ അടുത്ത ചങ്ങായിനെ വിളിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തന്റെ അൻസാരിയായ അയൽവാസിയോട് പറയാണ്, വാ നമുക്ക് നിർക്കണം, എന്നിട്ട് നിനക്ക് സമയം കിട്ടും, നിനക്ക് കിട്ടിയ സമയത്ത് നീ പോകണം ക്ലാസ് കേൾക്കാൻ. അപ്പൊ ഞാൻ നിന്റെ കച്ചവടം കൂടി ഞാൻ നോക്കും. എന്റെ സമയത്ത് ഞാൻ പോകും, എന്റെ കച്ചവടം നീ നോക്കണം. കിട്ടിയ ഇൽമ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. ഇതെന്തായിരിക്കും സഹാബാക്കൾ അങ്ങനത്തെ ഒരു ഫിക്ർ?
ലക്ഷ്യമാത്രമായിരുന്നു. അതിനർത്ഥം ദുനിയാവ് വേണ്ട, ദുനിയാവത്തിന് വേണ്ടി കഷ്ടപ്പെടേണ്ട, അധ്വാനിക്കേണ്ട ഒന്നുമല്ല. പക്ഷെ അത് ഹമ്മാക്കരുതെന്ന് മാത്രം, ഞാനടക്കം. എന്നാലേ ജീവിതത്തിൽ മാറ്റം വരുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദർ എന്താന്നുള്ളത് നമുക്ക് പിന്നെ പറയാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. ഇല്ലാണ്ട ഔട്ട് 4 കാര്യങ്ങളാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ. 4 കാര്യങ്ങളാണ്. ഒന്ന്, ഇൽമുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഇൽമ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് വിശ്വസിക്കുന്നു? ഈ ദുനിയാവിൽ നടന്നതും നടക്കാനിരിക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ സർവകാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഇൽമിലുള്ളതാണ്. അള്ളാഹ് അറിയാണ്ടൊന്നും നടക്കുന്നില്ല. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പുറത്തുള്ള സംഗതി ഇല്ല ദുനിയാവിൽ. 2, അൽ കിതാബ, ആ ഇൽമ് അള്ളാഹു ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലാണ്ട് വേറൊന്നും നടക്കൂല, വിധിയേ നടക്കൂ. പി എം ഗഫൂർ പറഞ്ഞ പോലെ വിധിയൊന്നുമില്ല എന്നല്ല, വിധിയേ നടക്കൂ. വിധിയുണ്ട്, അന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ എന്താവണം, നിങ്ങൾ എന്താവണം. 3, മശീഅത്തുല്ലാഹ്, ആ എഴുതി വെച്ചത് നടക്കുന്ന സമയം അള്ളാന്റെ മശീഅത്തുണ്ടാവണം, അല്ലാണ്ട് നടക്കൂല. എഴുതി വെച്ചതിനെ കൊണ്ട് നടക്കൂല. ഇപ്പൊ ഇന്ന് ബുധനാഴ്ച അസറിന് ശേഷം 5 മണിക്ക് ഇന്ന കാര്യം നടക്കണം എന്നല്ലാന്റെ ഇൽമിലുണ്ട്, അതന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ കൊണ്ട് നടക്കൂല. മറിച്ച് ആ നടക്കേണ്ട സമയമാകുമ്പം അള്ളാന്റെ മശീഅത്ത് അതിനോട് ചേരണം, ഉദ്ദേശം. എന്നാലും പോരാ. 4, ഖൽഖുല്ലാഹ്, ആ മശീഅത്ത് ചെയ്തതിനെ അള്ളാഹു ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ കൈമേലുണ്ടോ? ഇല്ല. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അതുകൊണ്ട് ഖദറിൽ വിശ്വാസമുള്ള മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ബിന്ദാസായിരിക്കും, ടെൻഷൻ ഉണ്ടാവില്ല. ഖൈറാണ് അൽഹംദുലില്ലാഹ്, ശർറാണെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഞാൻ പറഞ്ഞു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ആബിദിനേക്കാളും ഒരു ആലിമിനുള്ള ശ്രേഷ്ഠത കഫദ്ലിൽ ഖമരി ലൈലത്തൽ ബദ്രി അലാ സായിരിൽ കവാകിബ്. 14-ാം രാവിന്റെ ചന്ദ്രന് മറ്റ് നക്ഷത്രങ്ങളെക്കാൾ എത്ര പ്രത്യേകതയുണ്ടോ അതുപോലെയാണ് ആബിദിങ്ങൾക്കിടയിൽ ഇൽമോട് കൂടി ഇബാദത്ത് ചെയ്യുന്ന ഒരാൾക്കുള്ള പ്രത്യേകത. കാരണം ഇൽമോട് കൂടിയുള്ള ഇബാദത്തിന് പ്രത്യേകതയുണ്ട്. ഒന്ന്, ശക്കുണ്ടാവില്ല, വസ്വാസ് ഉണ്ടാവില്ല. കാരണം അവന്റെ ഇൽമ് അവന്റെ സംശയത്തെ നീക്കിയിട്ടുണ്ടാവും. അതുകൊണ്ട് വസ്വാസ് ഇല്ലാതെ അമൽ ചെയ്യാൻ പറ്റും. 2, അവർ ചെയ്യുന്ന അമലുകള് കാമിലായിരിക്കും. കാരണം അമലിനെ പറ്റി അറിയാം. ഫർദ് എന്ത്, ഷർത്ത് എന്ത്, സുന്നത്ത് എന്ത്, അദബ് എന്ത്, അതറിയാം. അതായത് ഇപ്പൊ നമ്മൾ എപ്പോൾ നിസ്കരിച്ച 4 റക്അത്ത് അസ്ർ നിസ്കാരം, ആ അസ്ർ നിസ്കാരത്തിന്റെ പ്രതിഫലം നമുക്കെല്ലാം ഒരുപോലെ ആയിരിക്കൂല. അവിടെ ഈമാനും ഇൽമും പരിഗണിച്ചിട്ടേ അതിന്റെ പ്രതിഫലം അല്ലാഹു തരുള്ളൂ. എത്ര വിശ്വാസത്തോടെ, എത്ര ശ്രദ്ധയോടെ. ആ ശ്രദ്ധയാണ് ഇൽമ്. അതുകൊണ്ട് ആ പ്രത്യേകത പറയാൻ കാരണം, ഇൽമില്ലാത്ത ആബിദിനേക്കാൾ ആലിമിനുള്ള പ്രത്യേകത 14-ാം രാവിന്റെ ചന്ദ്ര നക്ഷത്രങ്ങളെക്കാളുള്ള പ്രത്യേകത പോലെ. മാത്രമല്ല, വഇന്നമൽ ഉലമാഉ വറസത്തുൽ അംബിയ, ഉലമാക്കളാണ് അംബിയാക്കളുടെ അനന്തരാവകാശികളാണ്. അള്ളാഹു കാക്കട്ടെ, ആ വഴിക്ക് അള്ളാഹു നമ്മളെ സഞ്ചരിപ്പിക്കട്ടെ. മാത്രമല്ല, വഇന്നൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ, അംബിയാക്കളുടെ അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ ദീനാറോ ദിർഹമോ അല്ല. ഇന്നമാ വറസു അൽ ഇൽമ, അവർ അനന്തര സ്വത്തായി വിട്ടേച്ച് പോയത് ഇൽമാണ്. ഫമൻ അഖദഹു അഖദ ബിഹദ്ദിൻ വാഫിർ, അതാരെങ്കിലും സ്വീകരിച്ചാൽ അവൻ ഏറ്റവും നല്ലതിനെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇൽമുമായി ഒരു ബന്ധം ഉണ്ടാവണം, പ്രത്യേകിച്ചും യുവാക്കൾക്ക്. അവരുടെ ആ ഒരു പ്രായത്തിനെ അവര് ഇൽമിന്റെ വഴിയിലേക്ക് വിടണം. അതിനെന്താ വേണ്ടതെന്ന് വെച്ചാൽ, മുൻഗാമികളായ സലഫുകളായ ആളുകൾ പറഞ്ഞു, പ്രത്യേകിച്ചും യുവാക്കളെ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞു, അൽ വസിയ്യത്തു സാനിയ, 2ാമത്തെ വസിയ. ഹമ്മാദ് ഇബ്നു സയ്യിദ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ദഖൽന അലാ അനസ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് ഫീ മറദിഹി. അനസ് ഇബ്നു സീരീൻ റഹിമഹുല്ലാഹ് രോഗിയായി കിടക്കുന്ന ആ ഒരു സമയം നമ്മൾ
അദ്ദേഹത്തെ സന്ദർശിക്കാനായി പോയി. ഫഖാൽ, അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത്തഖുല്ലാഹ യാ മഅ്ശറ ശബാബ്, യുവാക്കളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഉൻദുറു, നിങ്ങൾ ശ്രദ്ധിക്കണം, നോക്കണം, ആലോചിക്കണം. മിമ്മൻ തഖുദൂന ഹാദിഹിൽ അഹാദീസ്, ഈ ഹദീസുകൾ നിങ്ങൾ ആരിൽ നിന്നാണ് സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ കണ്ടതും കേട്ടതും ഒന്നും കേൾക്കാൻ പോകരുത്. തോന്നിയ ആളുടെ നിന്നൊന്നും നിങ്ങൾ ദീൻ പഠിക്കാൻ പോകരുത്. കാരണം ഫഇന്നഹാ മിൻ ദീനിക്കും, ഈ ഹദീസ് നിങ്ങളുടെ ദീനാണ്. നിങ്ങളിത് കേൾക്കുന്നതും പഠിക്കുന്നതും നിങ്ങൾക്ക് ദീൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആൾക്കാരെ നിങ്ങൾ ആദ്യം നോക്കണം. എല്ലായിടത്തും നിന്ന് കേട്ടൂടാ. അതുകൊണ്ട് തന്നെ ഉസ്താദ്മാർ എപ്പോഴും പറയാറുണ്ട്, നമ്മളെ ഹദീസിന്റെ ഉസ്താദ്മാര് ദൗറത്തുൽ ഹദീസിൽ ഫസ്റ്റ് ഹദീസ് എടുത്ത് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഹദീസ് വായിക്കുമ്പോൾ തന്നെ പറയുന്നൊരു ഡയലോഗുണ്ട്, അരെ ഭായ് മേ ബാ സനദ് ഹൂ ബേ സനദ് നഹീ ഹൂ. സനദുള്ള ആളാണ്, സനദ് ഇല്ലാത്ത ആളല്ല. അതുകൊണ്ട് ധൈര്യമായി പഠിച്ചു എന്ന് പറയും ഹദീസിന്റെ ഉസ്താദ്മാര്. നമ്മളെ സഹീഹ് മുസ്ലിം പഠിപ്പിച്ചൊരു ഉസ്താദുണ്ടായി, അഖീലുർ റഹ്മാൻ. അദ്ദേഹത്തിന്റെ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയിലൂടെ ഇബ്നു ഹജറിലൂടെ നബി സല്ലല്ലാഹു ഇമാം ബുഖാരിയിലെത്തി, ഇമാം മുസ്ലിമിലെത്തി, ഇമാം മുസ്ലിമിൽ നിന്ന് അബൂ ഹുറൈറയിലെത്തി, അവിടെ നിന്ന് റസൂലുള്ളാഹി തങ്ങളിലെത്തുന്ന സനദ് അദ്ദേഹം വായിച്ച് കേൾപ്പിച്ചിട്ടേ ഹദീസിന്റെ ദർസ് തുടങ്ങുള്ളൂ. അത് വേണം. നിങ്ങൾ ആരിൽ നിന്ന് ഹദീസ് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കണം. അതുകൊണ്ടാണ് നേരത്തെ പാതിരാ പ്രസംഗത്തിന്റെ കഥ പറഞ്ഞത്. എല്ലാവരും പോയിട്ടിരിക്കും. അങ്ങനെ തോന്നിയ പോലെ കേൾക്കാനുള്ളതല്ല മുസ്ലിമീങ്ങളായ നമ്മൾ. നമുക്കൊരു ഇസ്സത്തുണ്ട്. ഒരാളൊരു വിഷയം പറയുമ്പം അത് എന്ത് പറഞ്ഞാലും മുവാഫഖതൻ ലിൽ കിതാബി വസ്സുന്ന, അതാണിത്. ഖുർആനിൽ നിന്ന് ഹദീസിൽ നിന്നായിരിക്കണം ആ വിഷയം പഠിപ്പിക്കുന്ന ആള് പഠിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ അവ രണ്ടും വന്ന അസ്ലൻ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അഥവാ സഹാബാക്കൾ, അവരുടെ ഫഹ്ം അനുസരിച്ചായിരിക്കണം ദീൻ നമ്മുടെ മുമ്പിൽ അവർ പറയേണ്ടത്. അങ്ങനെ ആര് നിങ്ങൾക്ക് പറഞ്ഞു തരുമോ അവരിൽ നിന്ന് മാത്രമേ നിങ്ങൾ ദീൻ സ്വീകരിക്കാൻ പറ്റൂ. ഇനി അങ്ങനെ പറയുന്നവര് തന്നെയാണ്, പക്ഷെ അതിന്റെ ഇടയിൽ അവർ അവരുടെ താല്പര്യം ഹവ പറയുന്നവരാണെങ്കിലും അവരുടെ അടുത്തുനിന്ന് സ്വീകരിക്കാൻ പറ്റൂല. എന്തുകൊണ്ടറിയോ? ഹക്കും ബാത്തിലും കൂട്ടുകാർത്തി പറയും. കേൾക്കുന്ന നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണ് കേൾക്കുന്നത്? ഹക്ക് പറയുന്ന ആളെന്നാണ്. അയാൾ ബാത്തിലും പറയും. നമ്മളെ വിചാരത്തിൽ അയാളുടെ ഹക്ക് പറയുന്നതായിരിക്കും. നമ്മളത് എന്ത് ചെയ്യും? സ്വീകരിക്കും, അമലും ചെയ്യും. വളരെ ശ്രദ്ധിക്കണം. സഹാബത്തിന്റെ ഫഹ്മ് വെച്ചിട്ടേ ദീൻ പറയാവൂ, ഇല്ലെങ്കിൽ കരിപ്പൂർ എന്ന് പറഞ്ഞ പോലെയാവും. മറ്റേത് വല്ലദീന ഇദാ ദുഃഖിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മൻ വഉംയാന. എന്താ അർത്ഥം? അങ്ങനെ അള്ളാന്റെ കലാമാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റൂല, അന്ധമായി വിശ്വസിക്കാൻ പറ്റൂല. അതൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ബുദ്ധിയോടൊക്കെ ഒന്ന്, അത് ബുദ്ധി തന്ന റബ്ബിന്റെ കലാമ് ആ തന്ന ബുദ്ധി വെച്ച് എന്ത് ചെയ്യണം? ഒന്ന് പരിശോധിച്ചിട്ടേ സ്വീകരിക്കാവൂ. അങ്ങനെ പറയും ആൾക്കാർ. അവിടുത്തെ ദീനെടുക്കാൻ പറ്റില്ല. സഹാബത്തിന്റെ ഫഹ്മ് വെച്ചിട്ടേ. ഖുർആനും ഹദീസും പ്രിയപ്പെട്ടവരെ നമുക്ക് സ്വയം വ്യാഖ്യാനിക്കാനുള്ള അനുവാദമില്ല. അതുകൊണ്ട് ഇമാം ഷാഫി ഇമാം പറഞ്ഞത്, അഖീ ലൻ തനാലൽ ഇൽമ ഇല്ലാ ബിസിത്തത്തിൻ, സഹോദര നിനക്ക് ഇൽമ് 6 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ നിനക്ക് ഇൽമ് കിട്ടുള്ളൂ. ഏതൊക്കെയാ? ദക്കാഉൻ വഹിർസുൻ, നല്ല ബുദ്ധി വേണം. എന്ത് വേണം? നല്ല ബുദ്ധി. മന്ദബുദ്ധിനെ എല്ലാം അവിടെ കൊണ്ടാക്കേണ്ടത്, ദർസ് കൊണ്ടാക്കേണ്ടത്. ദക്കാഉൻ, നല്ല ബുദ്ധി. പിന്നെ നല്ല ആഗ്രഹം. മടിയന്മാരെ ഒരിക്കലും ദർസിലേക്കാൻ പറ്റില്ല, പാടില്ല. ഒരുത്തൻ ദർസിലാക്കിയെന്ന് വെച്ചോ, അവനെപ്പം കരച്ചിൽ പെറുക്കോണം പെറുക്കോണം പെറുക്കോണം, അവനെ പെറുക്കി കാക്കുന്ന ഏറ്റവും നല്ലത്. കാരണം എന്താ അറിയോ? ഒന്നും അവൻ പഠിക്കൂല, മറ്റത് അവൻ മറ്റുള്ളവർക്ക് ഷർറാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിനെപ്പറ്റി മോശം പറഞ്ഞു കൊടുക്കും. അവന് ദീനിനോട് വെറുപ്പ് വരും, ഇൽമിനോട് വെറുപ്പ് വരും. അങ്ങനാക്കി ഇങ്ങനാക്കി എന്ന് പറയും. വഹിർസുൻ, അത്യാഗ്രഹിയായിരിക്കണം ഇൽമ് നേടുന്ന ആൾ. പിന്നൊന്ന്, ഇൽമിൽ മൂടിക്കിടക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവണം. ഹമ്മ ഇൽമാവണം. പിന്നെ
വഇർഷാദു ഉസ്താദിൻ, ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് പഠിക്കണം. ഗൂഗിൾ ഷേഖിനെ ഉസ്താദാക്കിയാൽ പ്രശ്നമാണ്. കാരണം ഗൂഗിൾ ഷേഖിൻ്റെ ഉസ്താദ് ആരാ? യഹൂദി. ഓനാണ് ഗൂഗിൾ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഗൂഗിൾ പഠിപ്പിച്ചു കൊടുത്ത ആൾ എന്ത് പഠിപ്പിച്ചു കൊടുത്തോ അതേ നമുക്ക് പറഞ്ഞു തരുള്ളൂ. നമ്മൾ ആ ഷെയ്ഖിനോട് ഇങ്ങനെ ചോദിക്കും, ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞു തരും. അങ്ങനെയാണ് IS-ഉം ദായിഷും അത് ഇതെല്ലാം ഉണ്ടായത്. കണ്ണൂര് പിന്നെ മറ്റേ ഓഫീസല്ലേ, എന്തിൻ്റെ പേര് അവരുടെ ഈ കേസിൽ അന്വേഷിക്കുന്നത്? NI അല്ല, സ്പെഷ്യൽ ബ്രാഞ്ച്. നമ്മളെ വിളിപ്പിച്ച് പണ്ട് ISIS-ൻ്റെ ആ പ്രശ്നം നടക്കുന്ന സമയത്ത്. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ സെലഫികളിൽ നിന്നും എന്തേ അങ്ങോട്ട് ആളുകൾ പോകുന്നു? ശരിയാണ്, കാരണം ആ തെറ്റിദ്ധാരണയിൽ പെട്ടു പോകുന്നതൊക്കെ സെലഫികളാണ്. ഞാൻ പറഞ്ഞു, സാറേ, സെലഫികളുടെ ഒരു പ്രത്യേകത, മുസ്ലിം സമൂഹത്തിനിടയിൽ അവർക്കാണ് ദീൻ എന്താണെന്ന് ബോധ്യമായിട്ടുള്ളത്. അവർക്ക് ദീൻ എന്താണെന്ന് ബോധ്യപ്പെട്ട ആളുകൾ ഈ സലഫി എന്ന് പറയുന്ന ആൾക്കാരാണ്. മൂപ്പര് ചിരിക്കുന്നത് കാരണം മൂപ്പർക്ക് അറിയാം, അവരിതെല്ലാം അന്വേഷിക്കുന്ന ആൾക്കാരല്ലേ. പക്ഷേ പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ശ്രദ്ധിക്കണേ, അവര് പിന്നെ ഇന്റർനെറ്റ് വഴിയായി പോയി ദീൻ പഠിക്കാൻ തിരഞ്ഞെടുത്ത മേഖല. കാരണം നമുക്ക് ഇന്നത്തെ ആൾക്കാരൊക്കെ ഇതിനൊക്കെ പോയതും ഇതിനു വേണ്ടി വാദിക്കുന്ന ആൾക്കാരൊക്കെ മെയിനായിട്ട് പിന്നെ നെറ്റിൻ്റെ പുഴുക്കളായി മാറുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്ന സമയത്ത് ഈ സാറ് പറഞ്ഞു, സുധാനന്ദ സാർ കറക്റ്റ്, ഇപ്പോൾ പറഞ്ഞ ശരിയാണ്. നമ്മൾ അന്വേഷിച്ച വ്യക്തികളെല്ലാം ഇതിന് മുമ്പ് ഇന്റർനെറ്റിലായിരുന്നു ഫുൾ ടൈം. കാരണം ഒരു ഉസ്താദ് ഗൂഗിളായിരുന്നു. ഈ പറയപ്പെട്ട ആളുകൾ എന്താണെന്നോ ഗൂഗിളിന് പഠിപ്പിച്ചു കൊടുക്കുക, ഇതായിരിക്കും ഇവർ പഠിക്കുന്നുണ്ടാവുക. ഇവരെന്ത് വിചാരിക്കും? ഇതാണ് ശരി. കാരണം ഒരു ഉസ്താദിന്റെ ഇർഷാദില്ല. ഉസ്താദിന്റെ ഇർഷാദ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ എന്താ പറയാ? ശിക്ഷണം ഇല്ല. ഇർഷാദ് ഉസ്താദിൻ മഷാഖ്റഹ്മ പറഞ്ഞു, ഉസ്താദിന്റെ അടുത്ത് നിൽക്കുമ്പോൾ അപ്പോഴെന്താവുള്ളൂ അറിയോ? എന്താണോ അത് കിട്ടുള്ളൂ. ഇപ്പൊ ഞാനും യതീമുകളെ സംരക്ഷിക്കുന്നവന് സ്വർഗത്തിൽ എങ്ങനെയാണ്? അതെങ്ങനെ കിട്ടി നിങ്ങൾക്ക്? ഹദീസ് എങ്ങനെ വെച്ചാൽ ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവൻ സ്വർഗത്തിൽ അങ്ങനെയാകുന്നു. എങ്ങനെ? അതാര് പറഞ്ഞു തരും? അത് ഉസ്താദ് തന്നെ പറഞ്ഞു തരണം. ഇങ്ങനെയാന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? എന്താ റസൂൽ ഉദ്ദേശിച്ചത്? ഇങ്ങനെ ഇത് കൊച്ചു മുകളിലല്ലേ, എല്ലാം രംഗത്തല്ലേ? ഒന്ന് നോക്കിക്കോറ, അല്ലെങ്കിൽ താഴെ നോക്കറ. ഈ മുകളിൽ റസൂലുള്ളാഹിതങ്ങൾ, പിന്നെ ഇവിടെ നമ്മൾ. ഇത് നമുക്ക് ഇവിടുന്ന കിട്ടുക? ഇത് ഉസ്താദ് പറഞ്ഞു തരാൻ തന്നെ വേണം. അതാണ് ഇർഷാദ് ഉസ്താദിൻ. ഒരു ഉസ്താദിന്റെ ഇർഷാദ് ഇല്ലാതെ നമ്മുടെ ഇൽമിന് പോകരുത്. അത് അപകടം ചെയ്യും. ഇന്ന് അപകടം ചെയ്തിട്ടുണ്ട്. ഈ ഓവർ ടീംസ് വരുന്നത് എങ്ങനെയാ? ഉലൂവിന്റെ ആൾക്കാർ, ഉലൂവ് ശരിക്കും പറഞ്ഞാൽ ഖാരിജിയത്താണ്. ഖവാരിജികളുടെ സിഫത്താണ് ഏത്? ഈ ഉലൂവ്. ഉലൂവ് വരാനുള്ള കാരണം അവര് ളാഹിറൻ തഫ്സീറിന്റെയോ അല്ലെങ്കിൽ ഹദീസിന്റെയോ ലഫ്തുകൾ വായിച്ചിട്ട് അങ്ങനെ തന്നെ അമൽ ചെയ്തെന്ന് പറയും. പക്ഷെ അതിന്റെ ഉള്ളിൽ നിയമങ്ങളുണ്ട്. അത് ഉസ്താദിന് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇർഷാദ് ഉസ്താദിൻ മാത്രമല്ല, ആ ഉസ്താദിന്റെ അടുത്ത് ഒരുപാട് കാലം വേണം, പോയിട്ട് നിൽക്കും വേണം, നിന്ന് പഠിക്കണം. അതാണ് ശരിക്കുള്ള ഇൽമ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, യുവാക്കളെ, നിങ്ങൾ ഉൻദുറു മിമ്മൻ തഅഖുദൂന ഹാദിഹിൽ അഹദീസ്, ഈ ഹദീസുകൾ എവിടെ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇന്നഹാ മിൻ ദീനിക്കും, കാരണം അത് നിങ്ങളുടെ ദീനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇക്ബാൽച്ച പള്ളിയിൽ ക്ലാസ് എടുക്കുമ്പോഴും ഇക്ബാൽച്ച ഒരാളെ പള്ളിയിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി വിളിച്ചു. ആരെ? അത് ഇക്ബാൽച്ച ശ്രദ്ധിക്കണം, അത് പള്ളി കമ്മിറ്റി ശ്രദ്ധിക്കണം. ആരെയാ വിളിക്കേണ്ടത്? ആരാണ് ദീൻ പറയാൻ അർഹതയോ? അവരുടെ ഉള്ളു നോക്കിയിട്ടല്ല, സ്വഭാവം നോക്കിയാൽ നമ്മൾ ആരും കൊള്ളൂല. അഖീദ നോക്കിയിട്ട്, അവരുടെ അഖായിദുകൾ പരിശോധിച്ചിട്ട് ദീൻ പറയാൻ അവരെ ഏൽപ്പിക്കാവൂ. അല്ലെങ്കിൽ ബാത്തിൽ ആളുകളുടെ മനസ്സിൽ ഹക്ക് പോലെ പറഞ്ഞ് അവരെ ഫലിപ്പിക്കും. അത് ഡേഞ്ചറാണ്. വളരെ ശ്രദ്ധിക്കണം.
അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മാത്രമല്ല ഇബ്നു ശൗദബ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഇന്ന മിൻ നിഅമത്തില്ലാഹി അല ശാബി. ശ്രദ്ധിക്കണേ, സമയമായ ഒരു മുഷിപ്പുണ്ട് ചെറുങ്ങനെ ഇല്ലല്ലോ, നോമ്പല്ലേ, പ്രത്യേകിച്ച് ചാരി ഇരിക്കുന്നുണ്ട്, പിന്നെ എന്താ പ്രശ്നം? യുവാക്കളെ പിന്നെ ഒരു യുവാവിന് അള്ളാഹു കൊടുക്കുന്ന വലിയ നിഅമത്തിൽപ്പെട്ടതാണ് ഇദാ തനസ്സക അൻ യുവാഖിയ സാഹിബ സുന്നത്തിൻ യഹ്മിലുഹു അലൈഹാ. അവന്, ആ യുവാവിന് ദീനനുസരിച്ച് ജീവിക്കാൻ തയ്യാറായാൽ സുന്നത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ചങ്ങാതിയാക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു കൂട്ടുകെട്ട് കിട്ടിയാൽ ആ യുവാവ് ജയിച്ചു. മേൽപ്പറമ്പിൽ നമ്മളെ പിള്ളേരെ പറ്റി നമുക്കത് അഭിമാനമുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ഇസ്തിഖാമത്ത് നസീബായി കൊടുക്കട്ടെ. എന്നോട് അജ്മലല്ലേ നീ, അജ്മൽ ഇന്നലെ പറഞ്ഞ ആ വാക്ക് എനിക്ക് മനസ്സിന് കൊണ്ടു. ഞാൻ കാർന്ന് ചോദിച്ചു എന്നോട്, ഗൾഫിൽ ദുബൈയിൽ നിന്നൂടെ, അതല്ലേ അവിടെ നല്ലത്, നോമ്പിനൊക്കെ ഗൾഫിലല്ലേ രസം. അപ്പോൾ അവൻ പറഞ്ഞു എന്നോട്, നല്ല കൂട്ടുകെട്ട് അവിടെ ഇല്ല. ഈ ഒരു ബന്ധം മാഷാ അല്ലാഹ്, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അതാ പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞ അതേ വാക്കാണത്. യുവാക്കൾക്ക് അല്ലാഹു കൊടുക്കുന്ന നിഅമത്താണ് സാഹിബ സുന്ന, സുന്നത്തിന്റെ ആളുമായിട്ട് ചങ്ങാത്തം കൂടാൻ പറ്റുന്നത്. യഹ്മിലുഹു അലൈഹ, ആ ചങ്ങാതി അവരെ ആ സുന്നത്തിലേക്ക് കൊണ്ടു. അങ്ങനത്തെ ഒരു ബന്ധം കിട്ടിയാൽ അത് യുവാക്കൾക്ക് ഏറ്റവും നല്ല ചങ്ങായിയാണ്. പക്ഷെ അങ്ങനത്തെ ചങ്ങായിമാരെ പലപ്പോഴും ടൂർ പോകുമ്പോൾ ഓൻ വേണ്ടപ്പ, ഓണ്ടെങ്കിൽ എപ്പോൾ നിൽക്കേണ്ടി വരും, കറക്റ്റ് പള്ളി പോകേണ്ടി വരും, അങ്ങനെ പറയാ. ഇല്ലെങ്കിൽ മറ്റവനുണ്ടെങ്കിൽ ഓനെ മറ്റേ റൂമിൽ ഇട്ടോ, കാരണം നമുക്ക് ഇപ്പോഴത്തെ മറ്റേത് പൊട്ടിക്കും പോലുണ്ടെങ്കിൽ ശരിയാവില്ല. ഉണ്ട്, അങ്ങനത്തെ പിള്ളേരുണ്ട്. ബാംഗ്ലൂര് ഒരു ചങ്ങാതി നാട്ടിൽ നിന്ന് ഒളിച്ചോടിയതാ. നാട്ടിൽ നിന്ന് എന്തോ ദേശത്തിന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് മദ്രസയിൽ ദർശനം ഒളിച്ചോടി, ദേഷ്യം പിടിച്ചിട്ട്. അവന് പഠിക്കാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു ഹോട്ടലിൽ പഠിക്കുന്നു. ആ പണ്ട് ബാംഗ്ലൂർ അങ്ങനെയല്ലേ, വേഷം കൊടുക്കലല്ലേ ഒളിച്ചോടിയിട്ട് ആളുകൾ അങ്ങനെ. പക്ഷെ ഇവന് ഉള്ളിൽ ഇരുമ്പുണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവന് 1ാം ക്ലാസ് തൊട്ടേ ഇങ്ങനെ പഠിച്ചു വന്ന് അതിങ്ങനെ കളിക്കുന്നുണ്ട്. ഇവന് കറക്റ്റ് നിസ്കരിക്കും. 5 നേരം ബാങ്ക് കൊടുക്കുമ്പോൾ റൂമിൽ പോയിട്ട് മുസ്ലിട്ട് നിസ്കരിക്കും. അപ്പോൾ പിന്നീട് ആ ഹോട്ടലിൻ്റെ അവൻ്റെ കൂടെ ജോലി ചെയ്ത വേറൊരാൾ ഓനെപ്പറ്റി പറയാണ്, ഞാൻ കേട്ടതാണ്, ഓൻ ശരിയില്ലപ്പാ, ഓൻ ഭയങ്കര നിസ്കാരക്കാരൻ. പറയുന്നു, ഓൻ ഭയങ്കര നിസ്കാരക്കാരൻ, ഓൻ അതിനൊന്നും പറ്റിയ ആളില്ല, ഹോട്ടലിൽ പഠിക്കുന്നവനെ പറ്റൂല, ഓൻ ഭയങ്കര നിസ്കാരക്കാരൻ. മൊത്തത്തിൽ സമൂഹം അങ്ങനെയാണ്. ദീനുള്ള ഒരാളെ കാണുമ്പോൾ ഓനെന്ത് ചെയ്യും? സൈഡാക്കും. അതല്ല വേണ്ടത്. സുന്നത്തിന്റെ ആളാണെന്ന് കണ്ടാൽ ഓനെ ചങ്ങായിയാക്കണം. കാരണം ദുനിയാവിലും ഖൈറാണ്, ആഖിറത്തിലും ഖൈറാണ് ആ ചങ്ങാത്തം. അതായിരിക്കും ഏറ്റവും. യൗമ യഅദ്ദു الظാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖൽതു മഅ الرസൂലി സബീല യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല. അവിടെ പറയും, ഓ എൻ്റെ നാശമേ, അവനെ ചങ്ങാതിയാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ ഇവിടെ പോലെ നല്ലത് അടിച്ചു പൊളിക്കാൻ. അതുകൊണ്ട് യുവാക്കൾക്കുള്ള വലിയ നിഅമത്താണ്. മാത്രമല്ല അംർ ബിൻ ഖൈസുൽ മലായി റഹ്മഹുല്ല പറഞ്ഞു, ഇദാ റഅയ്ത ശാബ, ശ്രദ്ധിക്കണേ, മക്കളെ പറ്റി ചിന്തിച്ചോളൂ. ഇദാ റഅയ്ത ശാബ, ഒരു യുവാവിനെ നീ കാണുകയാണെങ്കിൽ, അവ്വല മാ യൻശഉ മഅ അഹ്ലി സുന്ന വൽ ജമാഅ, അവന്റെ ആ യുവത്വത്തിന്റെ തുടക്കം, ആ ഒരു പ്രഷരിപ്പുള്ള സമയമുണ്ടല്ലോ, പ്രഷറുള്ള യുവത്വം, അതിന്റെ തുടക്കം അത് സുന്നത്തിന്റെ ജമാഅത്തിന്റെ കൂടെയാണെങ്കിൽ, സുന്നത്ത് ജമാഅത്ത് മീൻസ് അത് മറ്റേ സമസ്തന്റെ കൂടിയല്ല, അത് തെറ്റിദ്ധരിച്ചു പോണ്ട. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞാൽ നമ്മൾ സലഫികൾ, നമ്മളങ്ങനെ ആക്കട്ടെ, ഖുർആന്റെയും സുന്നത്തിന്റെയും ആളുകൾ, അവരുടെ കൂടെയാണ് ഈ യുവാവിന്റെ വളർച്ച. ആദ്യത്തെ പിന്നെ ജോലിക്ക് പോയി, ഗൾഫിലേക്ക് പോയി, പിന്നെ ടച്ച് വിട്ടു. പക്ഷെ ആദ്യം നല്ലതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫർജുഹു, നിങ്ങൾക്ക് അവന്റെ പേരിൽ നല്ല പ്രതീക്ഷ വെക്കാം. കാരണം അവന്റെ പേര് എവിടെ ഉണ്ട്, അതിലുണ്ട്. പിന്നൊന്ന് പോയതാണ്, തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ നല്ല പ്രായത്തിൽ, ഒരു 10ാം ക്ലാസ് എല്ലാം കഴിയുന്ന പ്രായം അതല്ലേ അല്ല. ഇന്നലെ അമീറോട് മാഷ് പറഞ്ഞ്, ഉപര് ചട്ടഞ്ചാല മാത്രം ഒളിയത്തെടുക്കുക, എന്തിനു പേര്, അവിടുത്തെ സ്കൂളിലാണ് അധ്യാപകൻ. 4ാം ക്ലാസ് ഒരു സെക്കൻഡ് വരും,
LP സ്കൂളിൽ മാഷാണ്. അയാൾ പറയാം 4ാം ക്ലാസ് ചെക്കൻ, പക്ഷെ ഉസ്താദെ ഓനേക്കാളും വലിയ ഗുണ്ട ചിലപ്പോൾ ആ നാട്ടിലുണ്ടാവില്ല. 4ാം ക്ലാസ്സിൽ എത്ര വയസ്സുണ്ടാവും? 10 വയസ്സ്. എന്നിട്ട് മാഷ പറഞ്ഞു, കാസർഗോഡത്തെ ചെക്കനല്ലേ, പിന്നെ എങ്ങനെയാവുണ്ട്? 4 വയസ്സ് ഓൻ ഗുണ്ടെന്ന് പറയാൻ കാണും. ക്ലാസ്സിലും സ്കൂളിലും അങ്ങനെയാണ്. അതുകൊണ്ട് ഇനിയിപ്പം 10ാം ക്ലാസ്സും 15 വയസ്സും പറയാൻ കഴിയില്ല. ഒരു 8 വയസ്സെല്ലാം കഴിഞ്ഞാലായി. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കി കൊടുത്താൽ ഫർജുഹു, അവനിൽ പ്രതീക്ഷ വെക്കാം. ഒന്ന് ഇഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതേസമയം ആ തുടക്കത്തിലുള്ള പ്രായം ബിദ്അത്തിന്റെ ആളുകളുടെ കൂടെയാണ് ആ ചെറുപ്പക്കാരനുള്ളതെങ്കിൽ നിരാശ ഇപ്പോഴേ തുടങ്ങിക്കോളെ, അവനെ കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ വളരെ ശ്രദ്ധിക്കണം മക്കളെ. യുവത്വത്തിലേക്ക് വരുന്ന പിള്ളേരെ സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് ടൂർ കൊണ്ടുപോയിക്കൂടെ? കാരണം സ്കൂളിൽ നിന്ന് ആ പ്രായത്തിൽ ടൂർ പോകുന്ന കുട്ടികളുടെയും അവരുടെ കൂടെ പോകുന്നവരുടെയും അവസ്ഥ ഞാൻ പറയണ. ഇതിനൊക്കെ ഫേസ്ബുക്കിൽ എഴുതി വന്നിന് ഒരു വീഡിയോ, ഒരു കോളേജിൻ്റെ ടൂറ്. അപ്പോൾ ഒരു ചെക്കൻ ടീച്ചറെ പിടിച്ച് ടീച്ചറെ ഭീഷണി, സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ടീച്ചറോട് താക്കിയത്, ദയിപ്പിച്ചോളണം ഇല്ലെങ്കിൽ മുക്കിക്കൊല്ലുമെന്ന്. എവിടുന്ന്? സ്വിമ്മിംഗ് പൂളിൽ നിന്ന്. മഅദല്ലാഹ്. നമ്മളെല്ലാം ഉപ്പ പൊന്നു പോലത്തെ ഉപ്പമാരാണ്, മാഷാ അല്ലാഹ്. നമ്മളെല്ലാം ആ പ്രായത്തിൽ അടിച്ചും ഇടിച്ചും കലമ്പിയും ശകാരിച്ചും ഒന്നുമില്ലെങ്കിലും നമ്മൾ മഹാന്മാരൊന്നുമല്ല, എന്നാലും നമ്മൾ ആ തുടക്കത്തിൽ നല്ല മാഹൗലാക്കി തന്നില്ലേ, അൽഹംദുലില്ലാഹ്. അതൊക്കെ എന്നെ പഴയ ഉപ്പമാരുടെ ഒരു ഇസ്സത്ത്. നമുക്ക് എന്തൊരു ദേഷ്യമായിരുന്നു. നമ്മൾ ഉപ്പമാരുടെ മുഖത്തേക്ക് ശരിക്കും നോക്കുമോ പേടിച്ചിട്ട്? നമ്മൾ മദ്രസ വിട്ട് വരുമ്പോൾ ഉപ്പ ആഴ്ചക്കൊറ്റൊരിക്കൽ വീട്ടിലുണ്ടാവും. വ്യാഴാഴ്ച രാത്രി വരും, വെള്ളിയാഴ്ച രാവിലെ പോകും. രാത്രി മദ്രസ വിട്ട് വരുമ്പോൾ ഉപ്പായ റൂമിൻ്റെ ജനല് നോക്കും. അവിടെ ട്യൂബ് ലൈറ്റ് ഉണ്ടെങ്കിൽ ഉള്ളുന്നൊരു കത്തലാണ്, ആള് പുറക്കെത്തി. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ഉപ്പ പോയതിന് ശേഷമേ ഉറങ്ങി എണീക്കുള്ളൂ, പേടിച്ചിട്ട്, കാണാൻ പേടിച്ചിട്ട്. കോളേജ് പൂട്ടി വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമല്ലേ, നമുക്ക് ടെൻഷനാണ്. പുലിന് മുമ്പ് സിംഹത്തിന് മുമ്പിലേക്ക് വന്ന പോലെ ഉണ്ടാവും, പേടിയാ ഒരിക്കലേക്ക് വരാൻ. പക്ഷെ ഹൈർ അങ്ങനെ തന്നെ ആവേണ്ടത്. അതുണ്ടല്ലോ, അത് ഈ കാലത്താവണം ഉപ്പമാര്, എന്നാലേ രക്ഷപ്പെടുള്ളൂ. അപ്പൊ നല്ല ഒരു അടിത്തറ ആ യുവാക്കൾക്ക് തുടക്കത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നിരാശയാണ് കൂടുതൽ വേണ്ടത്. കാരണം അവൻ രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാണ്. കാരണം യുവാക്കൾ അതിൻ്റെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ അങ്ങനെയായിരിക്കും വരിക. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, നല്ല മാഹൽ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. മക്കളുടെ കാര്യത്തിൽ നല്ല ബോധവും വേണം. മാത്രമല്ല അംറു ബിൻ ഖൈസ് റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ഇന്ന ശാബ ലയൻഷ, ഒരു യുവാവ് ഇങ്ങനെ വളർന്നു വരും. ഫഇൻ ആസറ അൻ യുജാലിസ അഹ്ലൽ ഇൽം, അവൻ ഇൽമിന്റെ ആളുകളോട് കൂടിയിരിക്കാനും അവർക്ക് പ്രാധാന്യം കൊടുക്കാനും ഒരു 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 ആമുഖ്യം അവൻ കാണിക്കുന്നുണ്ടെങ്കിൽ കാദ അൻ യസ്ലമ, അവൻ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. മക്കൾക്ക്, നമ്മളെ പിള്ളേർക്ക് ഇൽമിന്റെ അഹ്ലക്കാരോട് താല്പര്യവും പള്ളിയുമായിട്ടൊരു ബന്ധം, ക്ലാസ്സുമായിട്ടൊരു ബന്ധം, ദീനിന്റെ കാര്യങ്ങളിൽ മുന്നോട്ടുള്ള ഇറക്കം, അതൊക്കെ യുവാക്കൾക്ക് കാണുന്നുണ്ടെങ്കിൽ കാദ അൻ യസ്ലം, അവർ രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. വഇൻ മാല ഇലാ ഗൈരിഹിം, ഇനി അതല്ല ദുനിയാവിൻ്റെതിലേക്കാണ് കൂടുതൽ ചായ്വ് കാണുന്നതെങ്കിൽ കാദ യഅതബ, അവൻ നശിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മുതിർന്നവർക്കായാലും ഉള്ള വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഒന്ന് പിടിച്ച് കൂട്ടിക്കൊണ്ട് നടക്കാൻ സാധിക്കണം. പ്രായം ചെന്നവരെ പോലെ ആയിരിക്കണം യുവാക്കൾ, അവരുടെ ഒരു രീതി വേറെ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ അവരുടെ രീതിക്കനുസരിച്ച് മാറേണ്ടി വരും. എന്തിന്? അടുത്ത തലമുറ ഇവരാണ്, അവരുടെ കൈമിലേക്ക് ദീൻ കൈമാറൽ നമ്മളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ദീനിൻ്റെ അഹ്ലുകാരായി ജീവിച്ച് ദീനിൻ്റെ അഹ്ലുകാരായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നസീബാക്കി തരട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഒരു മിനിറ്റ്, ബാങ്കിൽ റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ എന്നൊരു ചോദിച്ചല്ലോ, പെണ്ണുങ്ങൾ ചോദിച്ചല്ലേ, അവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കാരണം ഒരാൾ ചോദിക്കുമ്പോഴേ നമുക്കത് നോക്കാനും പഠിക്കാനും. നമ്മുടെ ഷെയ്ഖ് അബ്ദുള്ള അജ്മാൻ
നമുക്ക് പിന്നെ ഫിഖിൻ്റെ ദർസ് നടത്തിയപ്പോൾ ഇന്നലെ ഇതിങ്ങനെ പോകുമ്പോൾ എൻ്റെ മനസ്സിൽ ഫുള്ള് ഇതാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊരു ഓർമ്മ എവിടെയോ ഉണ്ട്. റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ, ഒരു ബാങ്കിന് ശേഷം പറയുന്നത്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ബാങ്കിന് ശേഷമല്ല. അതായത് ഷെയ്ഖ് അൽബാനി സഹിയാക്കിയ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി പറഞ്ഞു, മുഅദ്ദിനെ പറയുന്ന പോലെ പറഞ്ഞിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹും കഴിഞ്ഞിട്ടെന്ന് പറയണം. വ അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ. ഉണ്ട്. പറയേണ്ട സ്ഥലം ബാങ്കിന് ശേഷമല്ല, ഷഹാദത്ത് കഴിഞ്ഞിട്ട്, ഹയ്യാല സ്വലാന്റെ മുമ്പ്. മനസ്സിലായില്ല? മുഹമ്മദ് റസൂല കഴിഞ്ഞാൽ വ അന ഞാനും, അതിനകത്ത് ഞാനും എന്ത് ചെയ്യുന്നു? സാക്ഷ്യം ഷഹാദത്ത് പറയുന്നു. വ അന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ്യ. അപ്പോൾ അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ആ സമയത്ത് പറയാം. ബാങ്കിന് ശേഷം സ്വലാത്തും പിന്നെ ദുആയും. ബാറക്കല്ലാഹു ഫീഹി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.